നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ വരും ദിവസങ്ങൾ വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ ഒരാഴ്ച ഗൾഫ് രാഷ്ട്രങ്ങളിൽ കാലാവസ്ഥയിൽ പൊടുന്നനെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സൗദി അറേബ്യയിൽ ഈ ആഴ്ച കനത്ത ഇടിമിന്നലിനും കാറ്റിനും മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. സൗദി അറേബ്യയിലെ മിക്ക പ്രദേശങ്ങളിലും വെള്ളിയാഴ്ച വരെ കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകിയതായി സൗദി പ്രസ് ഏജൻസി ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കാറ്റ് മണിക്കൂറിൽ 60 കിലോമീറ്ററിലധികം വേഗത കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മഞ്ഞ്, ചൂട്, വേലിയേറ്റം എന്നിവയ്ക്കൊപ്പം ശക്തമായ പൊടിക്കാറ്റും വ്യത്യസ്ത തീവ്രതയിലുള്ള ഇടിമിന്നലും ഉണ്ടാകും. തബൂക്ക് മേഖലയിലെ കൊടുമുടികളിൽ ബുധനാഴ്ച മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട്. തബൂക്ക്, അൽജൌഫ് വടക്കൻ അതിർത്തികൾ, മദീനയുടെ വടക്ക് ഭാഗം, ഹൈൽ മേഖലകൾ എന്നിവിടങ്ങളിൽ ബുധനാഴ്ച മുതൽ താപനില കുറയുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു. കുറഞ്ഞ താപനില 0 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയാൻ സാധ്യതയുണ്ട്. ചില പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ട്. ഹൈൽ, അൽ ഖാസിം, അൽ ഷർഖിയ, മദീന പ്രദേശങ്ങളിൽ ബുധനാഴ്ച വരെ സാമാന്യം ശക്തമായ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. അൽ ഖാസിം, റിയാദ്, കിഴക്കൻ പ്രവിശ്യയുടെ വടക്ക് എന്നിവിടങ്ങളിൽ വ്യാഴാഴ്ച മുതൽ താപനില 4 മുതൽ 7 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി സർക്കാരുമായി ബന്ധപ്പെട്ട ചാനലുകൾ പരിശോധിക്കാൻ സെന്റർ ഫോർ മെറ്റീരിയോളജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം കുവൈറ്റിൽ ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നായിരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ അറിയിച്ചത്. കടലിൽ രൂപപ്പെട്ട ഉപരിതല ന്യൂനമർദ്ദവും ഈർപ്പമുള്ള അന്തരീക്ഷവുമാണ് കുവൈറ്റിൽ മഴയ്ക്കുള്ള കാരണം എന്നാണ് അധികൃതർ പറഞ്ഞത്. മഴയോടൊപ്പം മണിക്കൂറിൽ 70 കിലോമീറ്ററിലധികം വേഗതയിൽ കാറ്റടിക്കുവാൻ സാധ്യതയുള്ളതിനാൽ കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചിരുന്നു. മാത്രമല്ല, അന്തരീക്ഷ താപനില പകൽ സമയങ്ങളിൽ 20 മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെയും രാത്രി സമയങ്ങളിൽ 11 മുതൽ 6 ഡിഗ്രി വരെയുമായി കുറയാമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. എന്നാൽ UAEയിൽ കഴിഞ്ഞ 3 ദിവസമായി അനുഭവപ്പെട്ട കനത്ത മഴ അവസാനിച്ചതായി ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.